മാളിക്കടവിലെ 26-കാരിയുടെ കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ള വൈശാഖന്റെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. വൈശാഖന്റെ ഇൻഡസ്ട്രിയിലും ഗുളിക വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലും ജ്യൂസ് വാങ്ങിയ കടയിലുമാണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത്. പ്രതിയായിട്ടുള്ള വൈശാഖൻ 26-കാരിയെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, നമുക്കൊരുമിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് പ്രതി പെൺകുട്ടിക്ക് ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി നൽകി. പിന്നീട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടതിന് പിന്നാലെ പ്രതിയായിട്ടുള്ള വൈശാഖൻ സ്റ്റൂൾ തട്ടിമാറ്റി. ജീവന് വേണ്ടി പെൺകുട്ടി പിടയുമ്പോൾ പ്രതി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. പിന്നീട് കഴുത്തിലെ കുരുക്ക് അഴിച്ചുമാറ്റി നിലത്ത് കിടത്തിയും പീഡിപ്പിച്ചു. എന്തിനാണ് വൈശാഖൻ ഈ ക്രൂര കൊലപാതകം ചെയ്തത് എന്ന ചോദ്യത്തിന് താൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അവൾ ആദ്യമേ മരിച്ചു, അതിൽ എനിക്ക് കുറ്റബോധമുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ആശുപത്രിയിൽ വെച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വൈശാഖൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഞങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. കുറ്റബോധമുണ്ട്, എനിക്ക് മരിക്കാൻ സാധിച്ചില്ല, അതിൽ കുറ്റബോധമുണ്ട്. കൊലപാതകമല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവള് മരിച്ചു. വൈശാഖന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ. കേസിൽ നിർണായകമായത് ഇൻഡസ്ട്രിക്കുള്ളിലെ CCTV ദൃശ്യങ്ങളാണ്. അതിൽ കൊലപാതകത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. പ്രതിയായിട്ടുള്ള വൈശാഖന്റെയും യുവതിയുടെയും ഫോൺ അടുത്ത ദിവസം അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടാതെ യുവതിയുടെ ഡയറിയിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.